അപ്പൊ ഈ വർഷത്തെ ഓണം എക്സാമിനെ പറ്റി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കാണാം. ഫസ്റ്റ് കാര്യം, നേരെ കാര്യത്തിലേക്ക് കിടക്കാം. മിഷൻ 15 ഡേയ്സിൽ നമ്മൾ സിലബസ് എങ്ങനെ തീർക്കണം, ഓണം എക്സാമിന്റെ സിലബസ് തീർക്കാൻ വേണ്ടിയുള്ള അടിപൊളി പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം നിങ്ങൾ ഓൾറെഡി സിലബസ് തീർക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള ആരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി അങ്ങനെ അല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സിലബസ് തീർക്കാൻ, ഈ ആഴ്ചക്കുള്ളിൽ തന്നെ പറ്റുന്ന അത്രയെങ്കിലും സിലബസ് തീർക്കാൻ, ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. അതിന് വളരെ സിമ്പിൾ ആണ്, ഇത്രയും ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ പ്ലേലിസ്റ്റിലും ഓരോരോ സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടു തീർക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു ക്ലാസ് 2 മണിക്കൂർ ഉള്ള ക്ലാസ് ആണ്. നിങ്ങൾ ഫാസ്റ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ 1.5 മണിക്കൂറിലൊക്കെ കണ്ടു തീർക്കാം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴെങ്കിലും ചെയ്യണം. ഇതിപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പബ്ലിക് എക്സാമിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അല്ലാണ്ട് അപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആ പണി തീർക്കുക. കാരണം ആ പണി നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നമ്മള് പുതിയതായിട്ടുള്ള, അതായത് ഓണം എക്സാമിനുള്ള ലാസ്റ്റ് 15 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ആയിരിക്കില്ല, ക്ലാസ്സുകളായിരിക്കും തരാൻ പോകുന്നത്. അപ്പൊ ആ ലൈവ് ക്ലാസ്സിന് നിങ്ങൾ റെഡി ആവണമെങ്കിൽ നിങ്ങൾ ഈ സിലബസ് എങ്കിലും തീർക്കണം. കാരണം നിങ്ങൾ സിലബസ് തീർക്കുന്നതിന്റെ ബാക്കിയായിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ 15 ഡേയ്സിൽ ലൈവ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് ചാപ്റ്ററിൽ ഒരു സാധനം പോലും പഠിക്കാതെ നിങ്ങൾ വന്നിട്ട് ചോദ്യങ്ങൾ ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു പണി നിങ്ങൾ ചെയ്തിട്ട് വേണം ഈ തിങ്കളാഴ്ചത്തെ ലൈവിൽ വരാൻ വേണ്ടിയിട്ട്. അറ്റ്ലീസ്റ്റ് ഫുൾ ചാപ്റ്റേഴ്സ് തീർത്തില്ലെങ്കിലും പറ്റുന്ന അത്രയും തീർക്കടോ. ഓക്കെ, പറ്റുന്ന അത്രയും തീർക്ക്. എന്നിട്ട് നിങ്ങൾ ഈ മണ്ടത്തെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇനി അങ്ങോട്ടുള്ള 15 ദിവസം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുതരും. അതിൽ കംപ്ലീറ്റ് ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ആ ലൈവ് ക്ലാസ് യൂട്യൂബിലായിരിക്കും ഉണ്ടാവുക. പലർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പലർക്കും, എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ കുറച്ചെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പഠിത്തം ഈ ദിവസങ്ങളും കൂടെ തീർക്ക്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, +2 കുട്ടികളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അറിയാം. +1 കുട്ടികളോട് പ്രത്യേകിച്ച് എടുത്ത് പറയാണ്, മാജിക് ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇപ്പൊ പഠിച്ചാൽ നിങ്ങളുടെ ഈ ചാപ്റ്റേഴ്സും സിലബസും സെറ്റ് ആവും. അതുപോലെ നിങ്ങൾ ക്രിസ്മസിനും അതിനുശേഷവും പഠിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിന്റെ കാര്യങ്ങൾ നന്നായി വരും. അതല്ലാതെ 10ാം ക്ലാസ്സിലെ പോലെ പബ്ലിക് എക്സാമിന്റെ സമയത്ത് ഒരു ഭീകര പഠിത്തമൊക്കെ ഇല്ലേ, അത് വെച്ചിട്ടുള്ള മാർക്കൊക്കെ 10ാം ക്ലാസ്സിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. ആ മാജിക് +1 +2 നടക്കില്ല. ഇത് ഞാൻ പല വീഡിയോസിലായിട്ടും ഒക്കെ പറയുന്ന കാര്യമാണ്. എങ്കിലും പല കുട്ടികൾക്കും ഇത് മനസ്സിലാവില്ല. ഇതന്നെ ചെയ്യും, അവസാനം പോയിട്ടുള്ള സർക്കസും പരിപാടിയും ഒക്കെ ചെയ്യും. അതിന് നിൽക്കരുത്. അങ്ങനത്തെ ഒരു മാജിക് +1 +2 നടക്കാൻ പോകുന്നില്ല. 10ാം ക്ലാസ്സിന്റെ റിയാലിറ്റി വേറെ, +1 +2 റിയാലിറ്റി വേറെ. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ അല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് +1 അങ്ങ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഞാൻ നല്ലൊരു ശതമാനം ഞാൻ ഉറപ്പ് പറയാം മക്കളെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വെറുതെ കളയായിരിക്കും ചെയ്യുക. കാരണം അത് പോയി തിരിച്ചു പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്. സ്വന്തം ജീവിതം വെച്ചിട്ട് മര്യാദയ്ക്ക് പഠിച്ച് ഈ ഓണം എക്സാമിന്റെ സിലബസും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ തീർക്കുക. ഇത് യൂട്യൂബിലെ കാര്യമല്ലേ പറയുന്നത്, യൂട്യൂബിലെല്ലാം ഫ്രീ ആയിട്ടുള്ള കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ വേറെന്തോ ഹിഡൻ അജണ്ട വെച്ചിട്ട് നല്ലോ പറയുന്നത്, ബാച്ചിലേക്ക് ജോയിൻ ചെയ്താലേ തീരുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ അത് ഹിഡൻ അജണ്ട ആവുള്ളൂ. ഇത് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തരുന്ന കാര്യമല്ലേ. അപ്പോൾ ഒരു ഹിഡൻ അജണ്ടയും പരിപാടിയൊന്നുമില്ല. റിയാലിറ്റി പോലെ പറഞ്ഞതാണ്. മര്യാദയ്ക്ക് ഓണം എക്സാമിന് മുമ്പ് അതിന്റെ കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ +1 +2 ജീവിതം സ്മൂത്ത് ആയിട്ട് പോകും. അതിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടും കുറെ. ഓക്കെ, അതാണ് റിയാലിറ്റി. അത് മനസ്സിലാക്കിക്കൂടാ. എന്നിട്ട് ഈ പണി തുടങ്ങാൻ റെഡി എന്ന് പറയാം. എന്നിട്ട് തിങ്കളാഴ്ച നമുക്ക് കാണാം, ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, ബൈ ബൈ.